വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുതവല്ലിമാർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് മുതവല്ലിമാരുടെ പ്രധാന ഉത്തരവാദിത്തമെന്നും അതിനുവേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വഖഫ് സ്വത്തുക്കളൊക്കെ കണ്ടമാനം ദുരുപയോഗം ചെയ്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്ത ആൾക്കാര് ഇതിലൊന്നും ഇടപെടാത്തതുകൊണ്ട് കുറെ കൊല്ലങ്ങളായിട്ട് ദുരുപയോഗം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന ആവശ്യമാണ്. അതുകൊണ്ട് ഈ പഴയ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് വഖഫ് ബോർഡിൽ മുത്തവല്ലിയായി രജിസ്റ്റർ ചെയ്ത 1961 വഖഫ് ബോർഡ് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത മുത്തവല്ലിമാരെ വെച്ച് ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ചെയ്ത പുരാതന മുസ്ലിം കുടുംബങ്ങളിലെ മുതവല്ലിമാരെ 1962 മുതൽ വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. സ്വന്തം ഭൂമി മതസ്ഥാപനങ്ങൾക്കായി വിട്ടു നൽകിയ ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ മാറിവരുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി ഇതിനകം അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റങ്ങളിലൂടെയും വ്യാജരേഖകൾ ചമച്ചുള്ള വിൽപ്പനയിലൂടെയുമാണ് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാനും നിലവിലുള്ള വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാനും വഖഫ് ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡൊക്കെ ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടില് ഈ പള്ളികളും മദ്രസകളും മറ്റുള്ള മത സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ്. ഫറൂഖ് കോളേജിൽ ആദ്യമായിട്ട് തുടങ്ങാൻ സമയത്ത് എറണാകുളത്തുള്ള സേട്ട് സാഹിബ് 100 ഏക്കർ സ്ഥലം അതിന് കൊടുത്ത് അതൊക്കെ അന്യാധീനപ്പെട്ടുപോയി. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു വിധി വന്ന് അതൊക്കെ സ്വത്തല്ലാന്ന് അതിപ്പോ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുക. സത്യത്തിൽ അതൊരു വഖഫാണെന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ കോടതി തീരുമാനിക്കാം. എന്തായാലും അത് ദുരുപയോഗം ചെയ്യുന്നു. ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആണോ ആരാണെന്ന് അറിഞ്ഞോടെ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉദാഹരണം പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ മറ്റു പല മതധർമ്മ സ്ഥാപനങ്ങളിലും ദുരുപയോഗം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡ് പോലും അതിൽ ശരിയായൊരു നടപടി എടുക്കുന്നില്ല. എന്തെങ്കിലും നടപടി എടുക്കാൻ തുടങ്ങുമ്പോൾ അതിൽ രാഷ്ട്രീയ നടപടികൾ നടത്തി അതില്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വാർത്താ സമ്മേളനത്തിൽ കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ, ജനറൽ സെക്രട്ടറി APO റഹ്മത്തുള്ള, സംസ്ഥാന സമിതി അംഗം കൊളക്കാട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.